ഗൈസ് നമ്മളങ്ങനെ റാണിപുരത്തെത്തി വീണ്ടും. ഹായ് ഗൈസ്, ഹായ്. നമ്മൾ ചിറ്റാരിക്കാല് നല്ല സ്ഥലമാണ്. എൻ്റെ പട്ടിയാണ് ഹാരി ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പട്ടീനെ സെറ്റ് ചെയ്യാൻ പോയിക്കാണ്. ഭയങ്കര ട്രെയിൻഡ് ഡോഗാണ്. മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ മിണ്ടായിരിക്കും. നമ്മൾ ഇന്ന് നമ്മുടെ ആക്ച്വൽ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ റാണിപുരം ചിറ്റാരിക്കാല് ആലിൻ്റെ ഇവിടെ നിന്ന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ദൂരമുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും മാപ്പൊക്കെ ഇട്ട് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളിന്ന് അവിടെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഇന്ന് കാസർഗോഡ് ഇന്നലെ വന്നതാണ്. നല്ല രസമാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോയി കാഴ്ചകളും എല്ലാം ഒന്ന് കണ്ട് ഒന്ന് വൈബ് അടിച്ചിട്ട് വരാം. ഓക്കേ ഗായ്സ്, അങ്ങ് ദൂരെ കാണുന്നതാണ് ഏതോ ഒരു സ്ഥലം. ഏതാന്ന് ഓർക്കുറത്തില്ല. കൊള്ളാം കേട്ടോ ഗൈസ്. ഗൈസ് പോണ വഴിക്ക് നമ്മൾ നല്ല വെറൈറ്റി ഒരു സ്ഥലം കണ്ടിട്ട് നിർത്തിയതാണ്. കൊള്ളാം. അവിടെ ഒരു വീടുണ്ട്. ആ വീട് കണ്ടോ? ഈ വീട്, ആ വീടും ആരുടെയോ വീടാണ്. അത് നമുക്കറിയത്തില്ല ആരുടെ വീടാന്നുള്ള കാര്യം. അതിന് തൊട്ടപ്പുറത്തെ പിന്നെ ശരിയാ. ഈ ഇപ്പുറത്തെ ഈ ഏത് വീട്? ഈ കാണുന്ന വീടിന്റെ ഇപ്പുറത്തെ വീട് ഇവൻ പറഞ്ഞത്, അപ്പുറത്തെ അയലോക്കത്തെ വീട്. നമ്മളിങ്ങനെ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് കൂലങ്കശമായി ചർച്ച ചെയ്തുകൊണ്ടാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എന്താണ് ഇവിടെയൊക്കെ? എടാ, അവിടെയൊക്കെ കിടക്കുന്നത് മഞ്ഞാണോ കോട? നീ ഒന്ന് തൊലിക്കാവുന്നല്ലായിരുന്നോ? അപ്പം നമുക്ക് ബാക്കി പോട്ടെ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ പെട്ടെന്ന് അവിടെ ചെന്നില്ലെങ്കിൽ നമ്മളവിടെ പെട്ടെന്ന് ചെല്ലത്തില്ല. അതാണ് അതിനൊരു പ്രശ്നം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോവാം. ഒളിസ്ഥാനം നമ്മളുടെ താഴെ എത്തി നോക്കും. കാണത്തില്ലേ, നമ്മൾ നേരത്തെ വീട് പറഞ്ഞു അയലോക്കത്തെ രണ്ടുപേരുടെ വീട്. ആളുടെ കണ്ടുപിടുത്തങ്ങളെ അടിച്ചയുടെ തല വിളിക്കണം. കൊള്ളാട്ടോ. ഞങ്ങളുടെ നാട്ടിലെ ആ ഒരു സെറ്റപ്പ് അല്ല, ഇവിടെ വേറെ സെറ്റപ്പാണ്. കാരണം എന്താണ്, ഇത് കാസർഗോഡാണ്. അതാണ്. അപ്പം വഴിയൊക്കെ നൈസാണ് ഗൈസ്, അടിപൊളി, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ ഉള്ള വഴിയാണെങ്കിൽ പോലും അടിപൊളിയാണ്. ഫുൾ റബ്ബറൈസ്ഡ് ടാറിംഗ് വിത്ത് എക്സ്ട്രീം പെർഫോമൻസ് ഓഫ് ദി ഇന്ത്യ. എന്തുവാണ് പറഞ്ഞത്? എന്തായാലും സാധനം കൊള്ളാം. നമ്മൾ കിട്ടി ഇവിടെ നമ്മളങ്ങനെ വെൽക്കം ടു റാണിപുരം എന്ന ബോർഡ് കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും റാണിപുരത്തിന്റെ ബോർഡ് നോക്കൂ. ഇതാണ് റാണിപുരം. എങ്ങോട്ട്? ഇനിയും പോകാനുണ്ട്. അപ്പം ഗൈസ് വഴി തെറ്റിപ്പോയി. ഇവൻ പൊട്ടനും വഴി അറിയില്ല. പിന്നെ ഞാൻ കാസർഗോഡാണല്ലോ, എനിക്കിതാണല്ലോ പരിപാടി. അവൻ എന്റെ പൊന്നു ഗൈസ് വഴിയെ കാണാം. പിന്നെ വഴി കാണണം. ഇവൻ എന്നാണോ നടക്കുന്നത്? നീ വഴിയെ കാണുക, വിശ്വം വഴി ഇതുവഴിയൊക്കെ. അയ്യോ, പെലഞ്ഞു കുത്തി കിടക്കൂടെ എല്ലാം കൂടെ. എന്റെ മോനെ എന്തൊരു വഴി! ഭയങ്കരമായ വഴിയിലൂടെയാണ് ആൾ എന്നെ കൊണ്ടുവന്നത്, അതും തെറ്റിച്ച്. ഫ്രണ്ടിൽ പോണ ചേച്ചി നമ്മുടെ വ്ളോഗ് കണ്ട് വളരെ അതിശയകരമായി നോക്കുക. പട്ടണത്തിൽ ആദ്യമാണ് ചേച്ചിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മളങ്ങനെ റാണിപുരത്തെത്തി. വീണ്ടും എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കുള്ള റാണിപുരത്ത് ഇപ്പോഴാണ് എത്തിയിരിക്കുന്നത്. വേറെ ഏതോ റാണിപുരമായിരുന്നു. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടം വരെ വണ്ടി പോകത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. ജീപ്പ് സവാരീസ് ഒക്കെ അവൈലബിൾ ആണ്. നീ അവിടെ ഒരു ഹട്ട് വരെ ഉണ്ടല്ലേ, അങ്ങോട്ടാണെന്ന് തോന്നുന്നു പോകുന്നുണ്ട്. എടി, ഇവിടെ ഇനി സംഭവം ശരിക്കാനടാ ട്രക്കിംഗ് സെറ്റപ്പാണോ? യെസ്, ഒരു ട്രക്കിംഗ് സെറ്റപ്പാണ് ഇവിടെ. നമ്മൾ പ്രതീക്ഷിക്കേണ്ടി. മോനെ വേണമല്ലേ വ്യൂ ഒക്കെ നോക്ക്. മൂടല്ലേ? അതെ, മൂടാവണം. ഷെഫീഖിൻ്റെ ചായക്കട. ഷെഫീഖ് ഇവിടെ ഉണ്ടല്ലേ. നമ്മൾ വന്ന വഴിക്ക് ഷെഫീഖിൻ്റെ ചായക്കട ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഫ്രാഞ്ചൈസി ആയിരിക്കും ഗൈസ്. അവിടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വരെ വന്നിട്ട് അത്യാവശ്യം ദൂരമുണ്ട്. അവിടെ നിന്ന് 50 കിലോമീറ്റർ ഉണ്ട് ആളുടെ വീട്ടിൽ നിന്ന്. ക്ലോസ് ചെയ്ത് കിടക്കാണ്. മേളിലൊക്കെ തീ പിടിച്ചിരിക്കുകയാണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ റാണിപുരം കറന്റ് ഓപ്പൺ അല്ല. കൊള്ളാം.
ഇത്രയും ദൂരമൊക്കെ വന്നിട്ട് റാണിപുരം ഓപ്പൺ അല്ലാന്ന് പറയുമ്പോഴൊരു നമുക്ക് ആ രാവിലെ 5:30 കേട്ടിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷ അനുഭൂതിയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് വേറൊരു വികാരം തന്നെ. ഒന്നും പറയില്ല ഗൈസ്. അതാണ് ശരിക്കും എനിക്ക് അതാണ് സ്ഥലം. ഫുള്ള് തീ പിടിച്ച് വിഷയമെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇപ്പം നമ്മളെ കയറ്റി വിടുന്ന സേഫ് അല്ലായിരിക്കുമായിരിക്കും. എന്തായാലും സീറ്റ് ഒന്നും പറയില്ല. പറയടാ എന്താ ഇവിടെ മിനിങ്ങാന്ന് തീ പിടിച്ചെന്ന് പറഞ്ഞാട്ട്. മിനിങ്ങാന്നോ? ആ കാണുന്നത് തീ പിടിച്ച് കരിഞ്ഞിരിക്കും. റീസൺ അറിയില്ല. വെയിലായിരിക്കാം, അല്ല ആൾക്കാർ കയറി തീ ഇട്ടതായിരിക്കാം, കത്തി പടർന്നു. അതുകൊണ്ട് വെള്ളിയാഴ്ച വരെയോ? ഓ നമ്മളതാണ് ഞാൻ ഒരു 5:30 വീട്ടിൽ വിളിച്ചു പറയാല്ലേ? അയ്യോ മമ്മി പള്ളിയിൽ പോയക്കല്ലേ വിളിച്ചു കുർബാന തന്നെയാണല്ലോ. പോയാലോ കുർബാന വേണം. ശരി ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കണേ. ഈ 50 കിലോമീറ്റർ 50 കിലോമീറ്റർ നമ്മുടെയൊക്കെ അവിടെ 50 കിലോമീറ്റർ ആണെങ്കിൽ നിസാര സമയം. ഇവിടെ 50 കിലോമീറ്റർ ആണെങ്കിൽ 1.5 മണിക്കൂർ വേണം. അതുവരെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. തണുപ്പുണ്ടോടാ, വിറയ്ക്കുന്നുണ്ടോടാ? ഇതാണ് സ്ഥലം. നിങ്ങള് സ്ഥലമൊക്കെ കാണ്. പച്ചപ്പും ഇങ്ങനെയാടാ ഇതിലേ കേറി ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇത് വിചാരിച്ചക്കാരും കൊണ്ട് നടപ്പുണ്ടല്ലോ. സെറ്റ് സ്ഥലം കേട്ടോ. അടിപൊളിയാണ്. ഇതിലെ കേറുന്നൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇതായിരുന്നു സ്ഥലം. കേറി അവിടെ എത്തിക്കഴിഞ്ഞ ഒരു എടാ ഇതെങ്ങനെ ഫുൾ കാർഡ് സെറ്റപ്പിനകത്തോളം നടപ്പല്ലേ? പോകുന്നതൊക്കെ കാർഡ് സെറ്റപ്പ് മൊത്തം കുറച്ചങ്ങ് മേളിൽ വരെ. അത് കഴിഞ്ഞ പിന്നെ എടാ വേറെ എവിടെയെങ്കിലും പോവാ. ഇതൊരു മാതിരി കൊതിപ്പിച്ചിട്ട് അത് അടിപൊളിയായിരുന്നു. ഒറ്റ പ്രാവശ്യം പോയിട്ട് പക്ഷെ അടിപൊളിയായിരുന്നു. ശരി ഞാൻ വല്ലാണ്ട് പ്രതീക്ഷിച്ചായിരുന്നുണ്ടോ ഇതിൻ്റെ അകത്തോടെയുള്ള നടപ്പാണ്. എന്തായാലും എന്താ പറയാ, ഡിസപ്പോയിന്റഡ് ആകത്തില്ലായിരുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു വ്ളോഗിലൂടെ നിങ്ങൾക്ക് ഒരു സംഭവം മനസ്സിലായില്ലേ? എന്ത് ഇങ്ങനെ സ്ഥലം ഇവിടെ ഉണ്ട് കാസർഗോഡ്. ഇത് ആക്ച്വലി കങ്ങാട് എന്ന് പറഞ്ഞ ഇത് നിയറസ്റ്റ് പ്ലേസ് നയിക്കുന്നത്. ഏതാണ്ട് 3438 അടി ഉയരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. എന്താ പറയുക, സോ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്നും നിങ്ങളപ്പം വേറെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടാൽ മതി, ആ ഒരു ഫീല് കിട്ടും. ഇതിപ്പോൾ എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഇവിടെ എന്നെ സൈനിങ് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരെന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടോ 5:30 ഏറ്റവും എനിക്ക് പക്ഷെ പ്രശ്നം ചെയ്ത് വെയിൽ കൊണ്ട് ഇനി വേറെ സ്ഥലത്ത് പോകാൻ ഒരു സുഖം കാണത്തില്ല. നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ എന്നാലും കൊള്ളായിരുന്നു. പുള്ളിയോട് ചോദിച്ചു നോക്കണോ എന്ത് ഇവിടെ വേറെ സ്പോട്ട് ഉണ്ടോ? നമുക്ക് ആ ചേട്ടൻ്റെ കാല് പിടിച്ചാലോ? ചേട്ടൻ ഞങ്ങള് എന്തൊരു മുടിഞ്ഞ വേളിലേക്കാണ് മിനിങ്ങാന്ന്. ഞാൻ ഇപ്പൊ മലപ്പുറത്തായിരുന്നു കേസ്, ഇല്ലെങ്കിൽ ഞാൻ വന്നേ. ഇവിടെ മിനിങ്ങാന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടേക്കുന്നത്. അവർ പാക്കേജ് കാശ് ഇവിടെ അത്യാവശ്യം എന്താ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. ബിക്കോസ് ഒരുപാട് ഹോട്ടൽസ് റിസോർട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഇത് എടാ ഫോറസ്റ്റ് തന്നെയല്ലോ അത്. നമുക്ക് തന്നെ പോകാൻ പറ്റും. അതായത് ഇത് ഇറങ്ങുന്ന പുതിയ കാടുക എന്തെങ്കിലും ആയിട്ട് ആനയൊക്കെ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ഇങ്ങോട്ട് എൻട്രി ക്ലോസ് ചെയ്ത് വൈകുന്നേരം 6 മണി വരെ ഉള്ളൂ. ഓഹോ. അഡൾട്ട്സിന് 50, ചിൽഡ്രൻ. ഇതാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. ഗായ്സ് നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കാണണം. എനിക്ക് കാണാൻ പറ്റില്ല. നിങ്ങളേലും കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയാം. എനിക്ക് അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ മല വന്നത് എനിക്ക് ഇത്ര ദൂരത്തുനിന്ന് മുള്ളുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ശരിയല്ലേ? അതാണോ മല വിസർജനം? അത് വേറെ എന്തോ ആണല്ലോ. എന്നടാ പണി വെച്ചിരിക്കേ. നമുക്കെടാ കർണാടക കിട്ടാണോ? ഞാൻ എന്തായാലും ഇവിടെ ഒരു അനുസരിച്ച്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടുന്ന് പോകാനുള്ള മാപ്പ് പോലും കയ്യിൽ. മാപ്പിലൊരു കോപ്പ് ഇവിടെ നെറ്റും ഇല്ല പോകണ്ടാകളൊക്കെ. എടാ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കയറിനേക്കാളും വേണമല്ലോ ഇങ്ങനെ കയറുന്നത്. ഇവിടുന്ന് ഷോർട്ട് കട്ട് കയറി അങ്ങ് പോയല്ലോ. നേരെ കയറിയത് ഇവിടുന്ന് നേരെ കയറുക. അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടി എടാ നീ എന്ന് പറയുന്നത് ഞാൻ അവിടെ അവിടുന്ന് അങ്ങ് കയറിയപ്പോഴേ മതി. അവിടെ ഒരു സ്പോട്ട് അത് തന്നെ. ഡ്രോൺ പറ്റത്തില്ലെന്ന് പറയേണ്ട കാര്യം ഇതിന് വേണം ഡ്രോൺ പറപ്പിച്ചു. എന്നെ ഇഷ്ടം നിങ്ങളൊന്ന് ആലോചിച്ച്. പിന്നെ ആനിമൽസ് ഞാൻ ഇച്ചിരി നല്ല ഹൈറ്റ് പറപ്പിച്ച തന്നെ പ്രശ്നം. പിന്നെ ഇത്രയും വലിപ്പമുള്ള ആന പേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാന്ന്? ഇത്രയും പ്രായമല്ലാണ്ട് ആന പേടിക്കുക. ആന പേടിക്കും. സോ പുവർ.
ലിറ്ററലി കർണാടക പോലെ. ആദ്യം കുറച്ച് സർവീസ് കിട്ടുന്നിടത്തോട് പോയിട്ട് അങ്ങനെ നമുക്ക് ചായ കുടിക്കാം. അതൊരു വീട്ടിൽ പോകാൻ അമ്മച്ചി ദോശ ഉണ്ടാക്കി തരും. എന്റെ മക്കൾക്ക് ഓരോ ദോശയും കൂടെ തരട്ട. ദോശ വേണ്ട. അതാർക്കെങ്കിലും ഞങ്ങൾ എന്താ പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. എല്ലാം കമന്റ് കൊള്ളുന്നു, വേറൊന്നും ഇല്ല ടോപ്പിക്ക്. എല്ലാം തീർന്ന് ആശകോശമായി. കൊള്ളാമെന്ന് തോന്നുന്നു. കാരണം ഇത്രയും നാടൻ എന്തായാലും മേളിൽ ചെല്ലുമ്പോഴത്തേക്കും നല്ല വൃത്തികേടാകാതിരിക്കത്തില്ല. പക്ഷെ അങ്ങനെയല്ല, നല്ല അടിപൊളി ആകാതിരിക്കത്തില്ല, നല്ല വൃത്തികേടായിരിക്കും. കറക്റ്റ് കീടു. എൻ്റെ ഐഡിയ ഒക്കെ ഞാനിവിടെ നേരെ കർണാടക കയറുന്നു. കർണാടക കയറിയിട്ട് നേരെ ട്രിപ്പിളേ അല്ല അങ്ങനെയല്ല പറഞ്ഞില്ല. എന്നിട്ട് നേരെ കർണാടക തമിഴ്നാട് നിന്നിട്ട് ഹരി നമ്മുടെ കമ്പന്തേനി വീട്, നമ്മുടെ കമ്പന്തേനി കമ്പന്തട്ടി അതൊക്കെ എവിടെടാ അങ്ങനെ നമ്മുടെ ഹരിയുടെ തമിഴ്നാട്ടില്. അല്ല തമിഴ്നാട് എന്തിനാണ് പോണേ ശരിക്കും? ഇത് എവിടെയാ സ്ഥലം? ദിണ്ടിഗൽ തലപ്പാക്കട്ടി വീട് അതുകൊണ്ട് അവിടെ നമുക്ക് 8-16 എന്റെ മറ്റേ ഒരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. ദിണ്ടിഗൽ തലപ്പാക്കട്ടി. എന്തായാലും നെറ്റ്വർക്ക് എവിടെയെങ്കിലും പോട്ടെ, വണ്ടിയോട് പോവാ. ചായ ഇനിയിപ്പോ ചായ വരും കുടിക്കാം, അതേ വഴിയുള്ളൂ. ചായ പോലെ കേട്ടോ, ഉള്ള കാര്യം പറയല്ലോ, ഭയങ്കര ചോറാണ്. അതിന് സാമ്പാറിനൊക്കെ ചോറുണ്ടല്ലോ, ഒന്നും പറയാം, ഒരു സുഖമില്ല. എന്തോ പറ്റി. നമ്മുടെ സാധനം വന്നിട്ടുണ്ട്, പൂഴി. അപ്പം നമുക്ക് പൂരി കഴിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നോക്കണേ, ചായ പോലെ തന്നെ കൊള്ളത്തില്ല. അടുത്ത് ഏത് കുതാബിലോട്ട് പോകണം എന്നുള്ളതാണ് ഈ വേട്ടാവളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അറിയാൻ മേല, അത് പൂട്ടിപ്പോയി. അവിടെനാ കർണാടക, നീലിമ ഒച്ച കർണാടക. ഇനി നീ പോണ സ്ഥലം ഉണ്ടല്ലോ, പൂട്ടിപ്പോയായിരിക്കല്ല, അങ്ങനെ സ്ഥലം പോലും കാണില്ല. അതായിരിക്കും മിക്കാറ്. ഗായ്സ് ഇവിടുന്ന് നോക്കുക വേണം നമ്മൾ മറ്റേ രംഗങ്ങൾ കാണാം. ഏത് സ്കൂള് എന്താലേ ഒരു സമയത്ത് നമ്മൾ ഈ രാവിലെയൊക്കെ എണീറ്റ് സ്കൂളിൽ പോയി. ഞാൻ ഉള്ള കാര്യമല്ല, ഞാൻ ഇപ്പോഴും ഈ സാധനം ഒന്നും മിസ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല സ്കൂളിലൊക്കെ പോകുന്നത്. അല്ല നിന്റെ അഭിപ്രായം എങ്ങനെ? നീ മിസ് ചെയ്യുന്നുണ്ടോ? അല്ല നിന്റെ ഒരിക്കലും സോറിടാ, നീ അവൻ വേറെ. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ മിസ് ചെയ്യുന്നൊന്നുമില്ല. കാരണം മടുപ്പാണ് എന്ന് ഹോംവർക്ക്, ട്രോമ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ഐ ആം ലിവിങ് മൈ ബെസ്റ്റ് ഓഫ് ദി ലൈഫ്. എങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെ ഒരു സംഭവം പറയത്തില്ല, ആ ഒരു സംഭവമാണ് ഞാനിപ്പോൾ ലിവിങ് മൈ ബെസ്റ്റ് ലൈഫ്. ഇത് അടച്ചിട്ടേക്കും. ആൻറ്റി ഇവിടെ ഒരു ചായക്കട ഉണ്ട്. എന്നാ ഒരു ചായ എന്നറിയോ? സാമ്പാർ പോലെ ഇരിക്കുന്ന മസാല ചായ. ഇന്ന് രാവിലെ വന്ന ചായ വാട്ട ചായ ആയിരുന്നു. പറയാതിരിക്കാൻ വേണ്ടി ഇന്നെല്ലാം പണി പാളി. ഇന്നത്തെ രാവിലത്തെ ചായ തുടങ്ങിയ പോക്ക് ഒരു കുഴപ്പമില്ല, സൂപ്പറായ. വെച്ചോ വേറെ ഒന്നുമില്ല ഇതൊക്കെ. അയ്യോ ഷോ ഇനി ഗൈസ് വീട്ടിൽ 28 കിലോമീറ്റർ ഉള്ളല്ലോ ഇവിടുന്നോ. എന്നതാടാ നീ പറയുന്നത്? ഗൈസ് ഇവിടുന്ന് ചിറ്റാരിക്കാൽ എന്ന സ്ഥലത്തോട്ട് 28 കിലോമീറ്റർ. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ 49 കിലോമീറ്റർ ഉണ്ടായിരുന്നു. മിക്കവാറും ഉണ്ടല്ലോ അവിടെ രാത്രിയല്ലേ വന്നത്, അതാ കിലോമീറ്റർ ഓടിയത്. 12 കണ്ടോ 28 കിലോമീറ്റർ ഉള്ളത്. നാട്ടുകാർ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കും. എന്റെ സർക്കസ് കാണിക്കുന്നത് എന്തിനാ ഓണാക്കുന്നത്? ഇറക്കമല്ലേ, ഇറക്കി വിടറ. ഏതൊക്കെ ആയാലും തന്നെ ഈ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടോ? വിഷയം ഏത് വിഷയം? അപ്പൂപ്പതേ മറ്റേ പുള്ളി, ഈ പുള്ളി ഉണ്ടല്ലോ, ആ ചേട്ടനാണെങ്കിൽ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേ ചാടി ഞങ്ങൾ സീറ്റൊക്കെ ഈ അതെ പുള്ളിയുടെ സ്വീറ്റ് സ്പോട്ടാണ്. പുള്ളി എപ്പോഴും അവിടെ നിന്ന് കഴിക്കത്തുള്ളായിരിക്കും. വലിയ വിഷയം തന്നെ. ഗായ്സ് ഇതുണ്ടോ ലിറ്ററലി അതിൻ്റെ ടയർ പോയതാണ്. എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ നോക്കൂ, ഈ ഒരു സ്ഥലത്തൊക്കെ അതിൻ്റെ ടയർ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു സുഖം കാണത്തില്ല, ഒരു പട്ടിക്ക് പോലും ഇല്ല. ഗായ്സ് നമ്മളങ്ങനെ എന്നാ അച്ചങ്കല്ല് വാട്ടർഫാൾസിലോട്ട് എത്തിക്കൊണ്ടിരിക്കണോ. വിഷ റോഡൊക്കെ കേട്ടോ, എന്തായാലും വളരെ ഗ്രാമവീഥികളിലൂടെ വഴി തീർന്ന വിഷയം കിടില റോഡാണ് കേട്ടോ, ഒന്നുമില്ല. വ്ളോഗ് വന്നിട്ട് റോഡ്
റോഡിന്റെ റിവ്യൂ ശരിയാ. ഞാൻ എപ്പോഴും കാരണം എന്നാ അറിയാം, നിനക്ക് അറിയാത്ത നമ്മുടെ നാട്ടില് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഏറ്റവും വിശ്വാസമാണ് റോഡാണ്. അയ്യോ എടാ, അത് ഇത്രയും കുഞ്ഞു റോഡൊക്കെ ടാറിടാ പറഞ്ഞാൽ വിഷയം മോനെ. ഇവിടെ വാട്ടർഫാൾസ് ഇത് പാടുവാന്ന് ഒരു സംശയം പോലെ. വാട്ടർഫാൾസിൽ ഒച്ചയില്ല വെള്ളം ഇല്ലാത്ത പോലെ തോന്നുന്നു. ഇതാണ് വെള്ളച്ചാട്ടം ഗൈസ്, ഇതാണ് നമ്മളെ അച്ചങ്കല്ല് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം അല്ലേ ഇത്? അതെ, അവിടെ വെള്ളം ചാടുന്നുണ്ട് നോക്ക്. അത് വെള്ളച്ചാട്ടം. ഈ ഒരു മുതലാ നമ്മളവിടെ കൊണ്ടുവന്ന്. എന്തൊരു വെള്ളച്ചാട്ടം അല്ലേ ഗൈസ്? നീ കണ്ണടി വെച്ചിട്ടുണ്ട്. ഇതെവിടുന്നാ? അപ്പൊ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത ഒന്നും പാളിയിട്ടില്ല ഗൈസ്. എല്ലാം ശരിക്കും ഇവിടെ വെള്ളം ചാടും. മേളിൽ നാല് മോട്ടറിന് അടിച്ചാൽ മതി. എന്തായാലും ഗൈസ് പറയാതിരിക്കാൻ പറ്റും. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിജയകരമായി നമ്മൾ ദൗത്യം പൂർത്തിയാക്കേണ്ടിയിരുന്നൊരു ദിവസമായിരുന്നു. പക്ഷേ വളരെ വിജയകരമായത് അട്ടർ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, ദിസ് ഇസ് വിസ്വൽ ബോത്ത് ഹിയർ ബ്യൂട്ടി ഓഫ് കാസർഗോഡ്. അല്ലടാ എന്ത് ഇറ്റ് ഈസ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. എടാ അതെന്നാടാ, ഉരുൾപൊട്ടലില്ല വന്നാണോ? അല്ലല്ലേ, ആയിരിക്കില്ല, അത് വേറെ എന്തോ ആണ്. വേറെന്തോ മതിയായ കൊള്ളാട്ടോ, നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പം നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയാണ് ഗൈസ്. നമ്മളിത് കാട്ടുപട്ടി വൈബാണ്. കാട്ടിലുള്ള പട്ടി, ഇത് കാടാണ്. അപ്പോൾ ഇവിടെയുള്ള പട്ടി കാട്ടുപട്ടി. യെസ്. അയ്യോ പോയടാ സെട്ടാ. ഇതന്നെ കാണിക്കണേ. ഫ്രണ്ട്സ് വന്നോന്നല്ലേ? ഓക്കെ, ഞങ്ങൾ വന്നു. ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ആൻറ്റി? അന്നല്ല, ഞങ്ങൾ രാവിലെ പോയപ്പോൾ ആൻറ്റി പറയാം അവിടെ ഇടയ്ക്ക് തീ പിടിക്കുന്നതാണെന്ന് പറഞ്ഞില്ലല്ലോ. ആൻറ്റി നമ്മളെ മനഃപൂർവ്വം വിട്ടതാണ് ഗൈസ്. വ്ളോഗ് ഗൈസ്. അപ്പം നമ്മളങ്ങനെ അടുത്ത ഇതിൻ്റെ ബാക്കി പോകാൻ വേണ്ടി വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നമ്മൾ അടുത്ത യാത്ര പോകാനുള്ള വൈബിൽ സെറ്റായിട്ടുണ്ട്. നമ്മളിതാ അതെ അല്ലേ പിന്നെ ഇവിടെ ബെറ്റർ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇനി സ്ഥലത്ത് പേര് മറന്നുപോയി. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാൻ. ഒരു സൺസെറ്റ് വ്യൂ ആണ്. നമ്മളിത് അവിടെയാണ് വണ്ടി വെച്ചത്. നമ്മളോട്ട് വണ്ടി വെച്ച് നമ്മൾ അങ്ങോട്ടാണ് കണ്ടത്. ഇവിടെ നിന്നുള്ള വ്യൂ നൈസാണ് കേട്ടോ, ഒന്നും പറയില്ല. പെർ ഹെഡ് എത്ര ഏട്ടാ? 35. ഓക്കെ ഗൈസ്, ഇവിടെ 105 രൂപ ഒരാൾക്ക് പെർ ഹെഡ് 35. നമ്മളപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഒരുമാതിരി മറ്റേ മലയാറ്റൂർ മല സെറ്റപ്പ് ആയി പോലോടാ. ഈ കാണുന്ന സ്ക്വയറാണ് പാലക്കയം തട്ട്. ഇതെന്തോ ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കയറി നിൽക്കുന്നു. ഇവിടെ കയറി നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നു. അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. ആരടാ മറ്റേ സാധനം പറ? കള്ളിയോ? കാടൽ മറ്റേ പൂരാച്ചുണ്ടിയിലെ കേട്ടോ. ആ സൺസെറ്റ് പോസ്. അവിടെ എന്നൊക്കെയാണ് കവിത അറുമിയാണ് കൊട്ടത്. എടാ വിഷയം. ആ 2 തവണ. അയ്യോ സീൻ കേട്ടോല. ഇനി വല്ല ഉണ്ടോ? ഇതെന്തായാലും കൊള്ളാം. മറ്റേ ഒരു ഗ്രേഡിയന്റ് എഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെ, നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ ഓടി വന്നാണ്. മടുത്ത് അല ഫ്രണ്ടിലെത്തി. അലല്ലോ നിങ്ങൾ വിചാരിക്കുന്നല്ല, അല ജിമ്മിനാണ്. എന്നെ കൊണ്ട് എത്താൻ പറ്റില്ല. അതെനിക്ക് നോക്ക്, അതെനിക്ക് നോക്ക്. അത് ജിമ്മിനാണ്. നമ്മൾ ആ സൈഡ് 2 ചേട്ടന്മാർ ചേട്ടന്മാർ കപ്പ വേണമെന്നൊക്കെ ചോദിച്ചായിരുന്നു. അതെ, ദുവാ ചേട്ടന്മാർ കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മളെന്തായാലും പോകണം. കാരണം എനിക്ക് വയറിനൊരു സുഖമില്ല കേട്ടോ. കോട ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ അടുപ്പിൽ നിന്നാണ് കോട ഇറങ്ങിയതേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ. ഒരു ഗ്രേഡിയൻ കണ്ടത്, ഒരു ഗ്രേഡിയൻ എഫക്റ്റ്. ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടെന്ന് പറയടാ. പോളിസാനം. ഓ വിഷയം. ക്യാമറ കുപ്പിക്കകത്ത് വെള്ളം എറിഞ്ഞോളെ തോന്നുന്നു. നനഞ്ഞോടാ നീ? വല്ല കാണാവോ?
ഗൈസ് നമ്മുടെ അന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കാസർഗോഡ് ജില്ലയോട് തന്നെയാണ് വിട പറയുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ അല്ലെ വീട്ടിലായിരുന്നു ഫുൾ ചില്ലിങ്. അല്ല ജോലിയൊക്കെ ഇട്ട് പുറത്തു പോവുകയാണ്. അതെന്റെ രോദന. അപ്പൊ അലൻ ജോലിയൊക്കെ ഇട്ട് പുറത്തു പോവാണ്. അപ്പം നമുക്ക് ചിക്കൻ ബീഫ് പോത്ത് കറികളെല്ലാം ഉണ്ടാക്കി നമ്മളെ സന്തോഷിപ്പിച്ച അലന്റെ മമ്മിക്ക് എന്റെ ഹൃദയംഗമായ നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. മമ്മി അടിപൊളി ഒരു ഷെഫാണ്. സാലഡ് ഉണ്ടാക്കുന്നത് എനിക്ക് വയറിന് അത്ര സൂപ്പർ ഇവരുണ്ടാക്കിയാണ്. അപ്പൊ നമ്മളെന്തായാലും ഇന്നത്തെ ഒരു മനോഹരമായ അതിമനോഹര മറ്റൊരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ ഒട്ടനവധി നിരവധി വേറെ വേറെ വ്ളോഗുകൾ ഇനി ട്രാവലിംഗ് വ്ളോഗ് വരുത്താൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനിത് ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ. അപ്പം മറ്റൊരു അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നവരേക്കും. ഇനി ഇവനെയൊക്കെ പ്രേമി കാണാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഇല്ല ഉണ്ടായിരിക്കും, തിരിച്ചു വരും. വരും. അപ്പം മറ്റൊരു അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നവരേക്കും വി ആർ സൈനിങ് ഓഫ് ഫ്രം ദിസ് സിനാരിയോ. വി ആർ ഷൂട്ടിംഗ് ദിസ് ഫ്രം പാലക്കയം തട്ട് കണ്ണൂർ കേരള വിത്ത് അവർ ക്യാമറമാൻ ഒരു വാഴയാണ്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്.